ഹായ് ഫ്രണ്ട്സ്, ടിഎൻടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വർക്കാണ്. അതായത് ഇതുപോലെ കുറച്ച് ബട്ടർഫ്ലൈസിനെ നമ്മളെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടെ നമുക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അധികം വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു സ്ക്വയർ പേപ്പറാണ്. അപ്പോൾ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ സ്ക്വയർ വലുപ്പത്തിലുള്ള പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം വലിപ്പം ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എന്നാലും 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇതൊന്ന് നോക്കി, 15 സെൻറ്റിമീറ്ററാണ് പേപ്പറിൻ്റെ വലിപ്പം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. നന്നായിട്ട് പ്ലേസ് ചെയ്ത് തെറ്റാതെ തന്നെ പ്ലേസ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഡയഗണലായിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതായത് 2 പകുതിയായിട്ട് ഇതിനെ മാറ്റുക. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പ് എഡ്ജാകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മളിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾവശമില്ലേ, ഉൾവശം എടുക്കുക. ഉൾവശം എടുത്തിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാക്കി 2 എഡ്ജസ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡയഗണലായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റു മാർക്കുണ്ടല്ലോ, ഇൻറ്റു മാർക്ക് നമുക്ക് വരുന്നതായിട്ട് കാണാം. നല്ല രീതിയിൽ അത് മടക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിനി ചെയ്യേണ്ടത് ഇത് നേരെ അതിൻ്റെ ബാക്കി വരുന്ന സെൻറ്റർ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് നെടുകിനെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ല രീതിയിൽ മാർക്ക് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നിരയെ കളിച്ചിട്ടില്ലേ, അതായത് 2 ഇൻറ്റു സിമ്പിളും ഒരു ക്രോസും വരിക, ആ രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പെല്ലാം കഴിഞ്ഞെന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പം വരച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുരിശ് പോലെ തോന്നും, നടുക്കൊരു കുരിശ്, ഒരു ഇൻറ്റു മാർക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ സൈഡ് അകത്തോട്ട് പിടിക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് ഇതിനെ ചരിച്ച് ഇതിലോട്ട് പിടിപ്പിക്കുക. ഇതാ നോക്കി, ഇതേപോലെ ചരിച്ചങ്ങ് വെക്കുക. അപ്പോൾ മറ്റേതിൻ്റെ തലക്കിലേക്ക് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വലതേ സൈഡുണ്ടല്ലോ, ഇപ്പം നമ്മുടെ വലതേ കൈ ഇരിക്കുന്ന സ്ഥലത്തെ അവിടെ നേരെ മുകളിലേക്ക് വെക്കുക. മുകളിലേക്ക് പിടിച്ചിട്ട് ആ എഡ്ജ് ഒന്ന് കർവ് ചെയ്ത് ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു കർവ് മതി, വലിയ കർവ് വേണ്ട, എങ്കിലേ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നേരെ നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചരിച്ച് ഇതേപോലെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുമ്പം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം പ്ലേസ് ചെയ്യാൻ. ഇപ്പോൾ 2 മടക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആങ്കറിൻ്റെ ഷേപ്പ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ആങ്കർ ഷേപ്പ് 2ൻ്റെ ഇടയ്ക്കായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക.